കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള പെട്രോളിയം കമ്പനികൾ നിത്യേന ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം, പ്രതിഷേധ പ്രകടനം എന്നിവ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പെട്രോളിയം കമ്പനികൾ അടിക്കടി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെതിരെ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. ക്രൂഡ് ഓയിലിന്റെ വില $100 താഴെയായിട്ടും രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയും നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വിലക്കയറ്റത്തിന് ഇടയാക്കുന്നതുമാണെന്ന് ജനകീയ സംഗമം കുറ്റപ്പെടുത്തി. സംഗമത്തിൽ ജനകീയ പ്രതിരോധ സമിതി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. കമ്പനികൾക്ക് വില എപ്പോഴും വേണമെങ്കിലും കൂട്ടാം. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസത്തിനകം 4 പ്രാവശ്യമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ നാട്ടിൽ കുറേ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ആന്ധ്രയിലുമുണ്ട്, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ കുതിര കയറുന്നത് പോലെ ജനങ്ങളുടെ മേൽ വിലക്കയറ്റം അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് സ്വാഭാവികമായ വിലക്കയറ്റമല്ല. ഇതേതെങ്കിലും യുദ്ധം വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇന്ധനം വരാത്തതുകൊണ്ട്, ഫോസിൽ ഇന്ധനങ്ങൾ വരാത്തതുകൊണ്ടുള്ള വിലക്കയറ്റമല്ല. വില കുറയുമ്പോൾ പോലും ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ പോലും വില കുറയ്ക്കാത്ത ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. ആഗോള നിലവാരം ഇന്ധനത്തിൻ്റെ വില കുറഞ്ഞാലും യാതൊരു കാരണവശാലും നമ്മുടെ നാട്ടിലെ ഇന്ധനത്തിന്, പെട്രോളിൻ്റെയും ഡീസലും വില കുറയുന്നില്ല. നമ്മൾ നോക്കുക, എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? 80 രൂപ 60 രൂപയിൽ നിന്നും ഡീസലിൻ്റെ വില കുതിക്കുന്നു. 60 72 ആകുന്നു. അവിടുന്ന് 80ലേക്ക് കടക്കുന്നു. വീട് 90 ആകുന്നു. ഇപ്പോൾ 100ലേക്ക് കടന്നിരിക്കുന്നു. 100 കഴിഞ്ഞിരിക്കുന്നു. 1 ലിറ്റർ ഡീസലിൻ്റെ വില 100 രൂപയ്ക്ക് മുകളിൽ പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ 60% ചരക്ക് നീക്കം വലിയ ഭാരിച്ച വിലക്കയറ്റത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സ്വർണം, അതുപോലെ വളം, ഏഷ്യൻ രാജ്യങ്ങളിൽ വളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വളം നമ്മുടെ കാർഷിക മേഖല, ഇന്ത്യയിലെ 80% ജനങ്ങളും കാർഷിക വൃത്തിയിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവിടെ വളം അനിവാര്യമാണ്. നമ്മുടെ രാജ്യം അഗ്രികൾച്ചറൽ ലാൻഡാണ്. ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് B. ദിലീപൻ, പ്രതിരോധ സമിതി ജില്ലാ രക്ഷാധികാരി S. ശ്രീലാൽ, നിസാം സാഗർ, NR അജയ്കുമാർ, N. ഉദയകുമാർ, തത്ത ഗോപിനാഥ്, S. അനിൽ പ്രസാദ്, താഹ വൈദ്യൻ വീട്ടിൽ, വിശ്വരൂപൻ പുതുപ്പള്ളി, ചന്ദ്രസേനൻ പുതുപ്പള്ളി, ഏവൂർ ശശി, മനോജ് കുമാർ, മിനി PT, ശശികുമാർ, വർഗീസ് ജോർജ്, മൈന ഗോപിനാഥ്, അനീഷ് R എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.